വെൽക്കം ബാക്ക് ടു +2 പൊളിറ്റിക്കൽ സയൻസ് ഓൺലൈൻ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അടിയന്തരാവസ്ഥയെക്കുറിച്ചായിരുന്നു, എമർജൻസിയെക്കുറിച്ചായിരുന്നു, 1975 എമർജൻസിയെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. നെയിം ദ പ്രസിഡൻറ്റ് ഹു പ്രൊക്ലൈംഡ് എമർജൻസി ഇൻ 1975 ഇൻ ഇന്ത്യ. ഫഖറുദ്ദീൻ അലി അഹമ്മദ്. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡൻറ്റ്, ഇന്ത്യൻ പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് ഫഖറുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഇൻ വിച്ച് ഇയർ നാഷണൽ എമർജൻസി വാസ് ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ ഓൺ എ ത്രെറ്റ് ഓഫ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് 1975 June 25. ഓക്കെ, എമർജൻസി വാസ് എ ബ്ലാക്ക് മാർക്ക് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായിരുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? Proclamation of emergency in 1975 was considered as a black mark in Indian history because many excesses are committed during this period. These are given below. അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടന്ന അധികാര ദുർവിനിയോഗം, അതിക്രമങ്ങൾ, ക്രമക്കേടുകൾ എന്നിവയാണ് 1975 അടിയന്തരാവസ്ഥയെ ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത അടയാളമായി വിശേഷിപ്പിക്കുന്നത്. ചില പോയിന്റുകൾ നോക്കാം. The police and the administrations were turned into political instruments of the ruling party. പോലീസും ഭരണവും ഭരിക്കുന്ന കക്ഷികളുടെ ഉപകരണമായി പ്രവർത്തിച്ചു. The government suspended the freedom of the press censorship. പത്രസ്വാതന്ത്ര്യം റദ്ദാക്കി. പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വാർത്തകൾക്ക് മുൻകൂട്ടിയുള്ള അനുമതി ആവശ്യമായി വന്നു. The government banned RSS and ജമായത്ത് ഇസ്ലാമി. രാഷ്ട്രീയ സ്വയം സേവ സംഘത്തെയും അല്ലെങ്കിൽ RSSനെയും ജമായത്തെ ഇസ്ലാമിയെയും നിരോധിച്ചു. പ്രൊട്ടസ്റ്റ്, സ്ട്രൈക്സ് ആൻഡ് പബ്ലിക് എജിറ്റേഷൻസ് വേർ ഡിസലൗഡ്. പ്രതിഷേധ സമരങ്ങൾ, പ്രകടനങ്ങൾ എന്നിവ അനുവദിക്കപ്പെട്ടിരുന്നില്ല. വേരിയസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വേർ സസ്പെൻഡഡ് ഇൻക്ലൂഡിംഗ് ദ റൈറ്റ് ഓഫ് സിറ്റിസൻസ് ടു മൂവ് ദി കോർട്ട്. പല മൗലിക അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതിയെ സമീപിക്കാനുള്ള അവകാശവും നിരോധിക്കപ്പെട്ടിരുന്നു. പീപ്പിൾസ് വേർ അറസ്റ്റഡ് ആൻഡ് ഡിറ്റെയിൻ അണ്ടർ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ട്. കരുതൽ തടങ്കൽ വ്യവസ്ഥകൾ ഉപയോഗിച്ച് നിരവധി ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. ദ പാർലമെൻറ്റ് ബ്രോട്ട് ഇൻ മെനി ന്യൂ ചേഞ്ചസ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പാർലമെൻറ്റ് ഇന്ത്യൻ ഭരണഘടനയിൽ നിരവധി മാറ്റങ്ങൾ വരുത്തി. ബൈ 39th Amendment in 1975, the elections of the President, Vice President, the Prime Minister and the Speaker could not be challenged in the court. 1975 39ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുടെ തിരഞ്ഞെടുപ്പുകൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. By the 42nd Amendment 1976, the term of the legislature in the country was extended from 50 to 60 years. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം രാജ്യത്തെ നിയമനിർമ്മാണ സഭകളുടെ കാലാവധി 5 നിന്നും 6 വർഷത്തേക്ക് നീട്ടി. What were the arguments of government supporting the declaration of emergency in 1975? 1975 അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചുകൊണ്ടുള്ള ഗവൺമെൻറ്റിൻ്റെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നെന്ന് നോക്കാം. The government argued that in a democracy, the opposition parties must allow the ruling party to govern according to its policies. ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഭരണകക്ഷിയെ അതിൻ്റെ നയങ്ങൾക്കനുസരിച്ച് ഭരിക്കാൻ പ്രതിപക്ഷ കക്ഷികൾ അനുവദിക്കണമെന്ന് ഗവൺമെൻറ് വാദിച്ചു. The frequent agitations are not good for democracy. They argued that it was not fair to use extra parliamentary politics targeting the government. നിരന്തരം പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിത പ്രവർത്തനങ്ങളും ജനാധിപത്യത്തിനു ഭൂഷണമല്ല എന്ന് ഗവൺമെൻറ് വിലയിരുത്തി. ഗവൺമെൻറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാർലമെൻ്ററി വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം തുടർച്ചയായി നടത്താൻ ആർക്കും അവകാശമില്ലെന്ന് ഇന്ദിരാഗാന്ധിയെ പിന്തുണയ്ക്കുന്നവർ അഭിപ്രായപ്പെട്ടു. This leads to the instability in administration and also adversely affect the developmental programs. Next നോക്കുന്നത്, why was Shah Commission appointed? What were the major findings of this commission? ഷാ കമ്മീഷനെ നിയമിച്ചത് എന്തിനാണ്? ഷാ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തെല്ലാമായിരുന്നു?
The Shah Commission was appointed in 1977 by Janata Party government. It was headed by the retired Chief Justice J.C. Shah. It inquired the allegations of abuse of authority, excesses and malpractices during the period of emergency declared in 1975. Following are the findings of Shah Commission. 1977 ജനതാ പാർട്ടി ഗവൺമെൻറ്റാണ് ഷാ കമ്മീഷനെ നിയോഗിച്ചത്. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ജെ.സി. ഷാ ആയിരുന്നു ഇതിൻ്റെ തലവൻ. 1975 അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടന്ന അധികാര ദുർവിനിയോഗം, അതിക്രമങ്ങൾ, ക്രമക്കേടുകൾ എന്നീ ആരോപണങ്ങൾ പരിശോധിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഷാ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ താഴെ പറയുന്നവയാണ്. The administration and the police became vulnerable to political pressure. ഭരണവും പോലീസും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ടി വന്നു. Nearly 1,11,000 people were arrested under preventive detention laws. ഏകദേശം 1,11,000 ആളുകൾ കരുതൽ തടങ്കൽ നിയമമനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞാൽ കരുതൽ തടങ്കൽ വ്യവസ്ഥയനുസരിച്ച് ആളുകൾ കുറ്റം ചെയ്തേക്കാം എന്ന സാധ്യതയുടെ അടിസ്ഥാനത്തിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും തടങ്കലിൽ വയ്ക്കുകയും ചെയ്യുന്നതാണ് കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സിവിയർ റെസ്ട്രിക്ഷൻസ് വേർ പുട്ട് ഓൺ ദി പ്രസ്, സംടൈംസ് വിത്തൗട്ട് പ്രോപ്പർ ലീഗൽ സാങ്ഷൻ. നിയമത്തിൻ്റെ സാധ്യതയില്ലാതെ തന്നെ പത്രങ്ങൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ നടപ്പിലാക്കി. Delhi Power Supply Corporation received verbal orders from the offices of the Lieutenant Governor of Delhi to cut electricity to all newspapers press. പത്ര ഓഫീസുകളിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കാൻ ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിൽ നിന്നും വാക്കാലുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു. എമർജൻസി വിറ്റ്നസ്ഡ് ലാർജ് സ്കെയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ ഡൽഹീസ് പുവർ ലൊക്കാലിറ്റീസ്. ഡൽഹിയിലെ ദരിദ്രമായ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന നിരവധി ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ടു. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ 20 point പ്രോഗ്രാം? 20 പരിപാടി എന്താണെന്ന് നോക്കാം. പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് 20 points പ്രോഗ്രാംസ് ഇൻ 1975 ആസ് എ പാർട്ട് ഓഫ് പ്രോ പുവർ വെൽഫെയർ പ്രോഗ്രാം. 1975 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പാവങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ക്ഷേമ പരിപാടികളാണ് 20 പരിപാടികൾ എന്നറിയപ്പെടുന്നത്. The 20 point programs included land reforms, land redistribution, review of agricultural wages, workers' participation in management, eradication of bonded labor, etc. ഭൂപരിഷ്കരണം, ഭൂമിയുടെ പുനർവിതരണം, കാർഷിക വേതനത്തെക്കുറിച്ചുള്ള പുനഃപരിശോധന, മാനേജ്മെൻറ്റിൽ തൊഴിലാളികൾക്കുള്ള പങ്കാളിത്തം, നിർബന്ധിത ജോലിയുടെ നിർമ്മാർജ്ജനം എന്നിവ ഈ 20 പരിപാടികളിൽ പെടുന്നു. രാജ്യത്ത് ആദ്യമായി പ്രതിപക്ഷം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് 1977 തിരഞ്ഞെടുപ്പിൽ കണ്ടു. ഈ സംഭവവികാസത്തിൻ്റെ കാരണങ്ങളായി നിങ്ങൾ പരിഗണിക്കുന്നത് എന്തെല്ലാമാണ്? അല്ലെങ്കിൽ 1977 ജനതാ പാർട്ടി അധികാരത്തിൽ വരുവാനുണ്ടായ സാഹചര്യം നോക്കാം. ഹൗ ഡിഡ് ജനതാ പാർട്ടി കെയിം ഇൻ ടു പവർ ഇൻ 1977? In 1977 election, the opposition party adopted the slogan of Save Democracy. 1977 തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തെ രക്ഷിക്കൂ അല്ലെങ്കിൽ സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യം പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ചു. The major opposition party formed a new party known as the Janata Party. പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരുമിച്ച് ചേർന്ന ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചു. The Janata Party's campaign was focused on the non-democratic character of the Indira Gandhi's government and on the various excesses that took place during emergency. കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ വിഭജിച്ചു പോകാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചു. ജനതാ പാർട്ടി 1977 തിരഞ്ഞെടുപ്പിനെ അടിയന്തരാവസ്ഥയുടെ ജനഹിത പരിശോധനയാക്കി മാറ്റി. At that time, the public opinion was against the Congress. Janata Party ensured that non-Congress votes would not be divided. എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധ സ്വഭാവത്തെയും അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെയും പ്രതിപക്ഷം പ്രചരണായുധമാക്കി. പൊതുജനാഭിപ്രായമായിരുന്നു കോൺഗ്രസിനെതിരായിരുന്നു.
കൂടാതെ ഉത്തരേന്ത്യയിലെ മധ്യവർഗങ്ങൾ കോൺഗ്രസിൽ നിന്നകലുകയും ജനതാ പാർട്ടിയിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്തു. ഈ ഘടകങ്ങളെല്ലാമാണ് 1977 ജനതാ പാർട്ടിയെ അധികാരത്തിലെത്തിച്ചത്. The middle castes in North India began to move away from the Congress and many of these sections were joined in Janata Party. All these factors led to the victory of Janata Party in 1977 election. എന്തായിരുന്നു ജനതാ പാർട്ടിയുടെ സ്ലോഗൻ എന്ന് പറയുന്നത്? സേവ് ഡെമോക്രസി, അല്ലെങ്കിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കുക. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദി റീസൺ ഫോർ ദി വിക്ടറി ഓഫ് കോൺഗ്രസ് പാർട്ടി ഓവർ ജനതാ പാർട്ടി ഇൻ ദി ഇലക്ഷൻ ഓഫ് 1980s. 1980 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ജനതാ പാർട്ടിയുടെ മേൽ വിജയം നേടാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ 1977 election, Janata Party came into power under the prime ministership of Morarji Desai, but the government could not stay in power for long. Consequently, midterm election was held in 1980, in which Congress Party came into power under Indira Gandhi. Following are the reason for the failure of Janata Party at center. 1977 ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും മൊറാർജി ദേശായി പ്രധാനമന്ത്രിയുമായി. എന്നാൽ ജനതാ ഗവൺമെൻറ്റിന് അധികകാലം അധികാരത്തിൽ തുടരാൻ സാധിച്ചില്ല. 1980 ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ജനതാ ഗവൺമെൻറ് പരാജയപ്പെട്ടു. ഇറ്റ് ലാക്ക്ഡ് ഡയറക്ഷൻ, ലീഡർഷിപ്പ് ആൻഡ് കോമൺ പ്രോഗ്രാംസ്. കാരണം എന്താണ്? ജനതാ പാർട്ടിക്ക് ദിശാബോധവും നേതൃത്വവും ഒരു പൊതുവായ പരിപാടിയും ഇല്ലായിരുന്നു. ഇറ്റ് കുഡ് നോട്ട് ബ്രിങ് എബൌട്ട് എ ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ഇൻ ദ പോളിസീസ് പെർസ്യൂഡ് ബൈ ദി കോൺഗ്രസ്. കോൺഗ്രസ് പിന്തുടർന്നിരുന്ന നയങ്ങളിൽ മൗലികമായ മാറ്റം കൊണ്ടുവരാൻ ജനതാ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. ദ പവേഴ്സ് സ്ട്രഗിൾ വിത്തിൻ ദി പാർട്ടി വാസ് നോട്ട് കെയിം ടു ആൻ എൻഡ്. അധികാരത്തിൽ വന്ന ജനതാ ഗവൺമെൻറ്റിൽ ഒത്തൊരുമ തീരെയില്ലായിരുന്നു. There was a split in Janata Party and the government led by the Morarji Desai lost its majority within 18 months. അധികാരം ലഭിച്ച് 18 മാസത്തിനുള്ളിൽ മൊറാർജി ദേശായി നയിച്ച ഗവൺമെൻറ്റിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും കോൺഗ്രസ് പിന്തുണയോടെ ചരൺ സിംഗ് അധികാരത്തിൽ വരികയും ചെയ്തു. Charan Singh became the Prime Minister with the support of the Congress Party, but later Congress Party decided to withdraw its support. It led to the resignation of Charan Singh government with 4 months. പിന്നീട് എന്തായി? കോൺഗ്രസ് ചരൺ സിംഗിനുള്ള പിന്തുണ പിൻവലിക്കുകയും രാജ്യം ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയും ചെയ്തു. People were reacted to Janata government which was seen to be unstable and quarrelsome. അസ്ഥിരവും പരസ്പരം കലഹിക്കുന്നതുമായ ഗവൺമെൻറ്റിനെതിരെയുള്ള വോട്ടർമാരുടെ പ്രതികരണം കൂടിയായിരുന്നു 1980 ഇടക്കാല തിരഞ്ഞെടുപ്പ്. ലാസ്റ്റ് വൺ നോക്കാം. എക്സ്പ്ലെയിൻ എനി 2 lessons learned from the emergency imposed in 1975. 1975 അടിയന്തരാവസ്ഥ നൽകുന്ന പാഠങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. The first lesson was that it was extremely difficult to do away with democracy in India. ഇന്ത്യയിൽ നിന്നും ജനാധിപത്യത്തെ ഇല്ലാതാക്കുക തീർത്തും പ്രയാസകരമാണെന്ന് തെളിയിച്ചു. It brought out some ambiguities regarding the emergency provisions in the Constitution. ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ വ്യവസ്ഥകളെ സംബന്ധിച്ച അവ്യക്തകൾ പുറത്തു കൊണ്ടുവന്നു. Emergency provisions was amended by which internal emergency can be proclaimed only on the grounds of armed rebellion. സായുധ കലാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ വന്നു. The emergency made everyone more aware of the value of civil liberties. അടിയന്തരാവസ്ഥ പൗരസ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യത്തിനെക്കുറിച്ച് എല്ലാവരെയും ബോധവാന്മാരാക്കി. അതുപോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിനുള്ള ഉപദേശം മന്ത്രിസഭ രേഖാമൂലം നൽകേണ്ടതാണെന്ന തിരിച്ചറിവും ജനങ്ങൾക്കും ഗവൺമെൻറ്റിനും ഉണ്ടായി. ഓക്കെ, ഇത്രയുമാണ് 6th യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 7th യൂണിറ്റാണ് ദ റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെൻ്റ് ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.